അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നാൾക്ക് ശേഷം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അല്ലേ. ഇന്നത്തെ നമ്മളെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഫ്രീ ടൈമായി. ഇപ്പോൾ നമ്മളെ കൊടൈക്കനാലിൽ സീസണൊക്കെ കഴിഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ. എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്? അതെ, കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ കൂക്കലിനെ കുറിച്ച് പറഞ്ഞിട്ട് നമുക്കിന്ന് കൂക്കൽ വില്ലേജ് നമ്മളെ സ്ഥിരം ചെയ്യുന്നതിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലൊരു വീഡിയോ നമ്മളിന്ന് ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ട് നേരെ കൂക്കൽ വന്നിരിക്കുക കേട്ടോ. കൂക്കൽ എന്ന് പറയുന്നത് നമ്മളെ കൊടൈക്കനാലിൽ നിന്നും ഒരു 30 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു അതിമനോഹരമായ വില്ലേജ് കേട്ടോ. ഞങ്ങൾ ഏകദേശം 1.5 വർഷമായിട്ട് ഇവിടെ കൊടൈക്കനാലിലുണ്ട്. പക്ഷേ 1.5 വർഷമായിട്ട് ഇവിടെ അത്യാവശ്യമുള്ള എല്ലാ സ്ഥലങ്ങളും നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും ഏറ്റവും ഫേവററ്റ് അല്ലെങ്കിൽ എന്താ പറയാ കൊടൈക്കനാലിൽ ഫുള്ള് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയ ഒരു സ്ഥലമാണ്. അതെ, കൊടൈക്കനാലില് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കൂക്കൽ എന്ന് പറയുന്നത്. കൂക്കൽ എന്ന് പറയുമ്പോൾ വലിയ ടൂറിസ്റ്റ് പ്ലേസ് അങ്ങനെ സംഭവങ്ങളൊന്നും അല്ല. ഇതൊരു ചെറിയൊരു വില്ലേജ് ആണ്. എന്താ പറയുക, ഇവിടുത്തെ ഒരു കാർഷിക ഭൂമി, കൃഷിക്കാരും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ഗ്രാമം. പക്ഷേ ആ ഗ്രാമത്തിന് ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കൂക്കലിലെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. കൊടൈക്കനാലിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായ ഒരു ഗ്രാമമാണ് കൂക്കൽ എന്ന് പറയുന്നത്. കൊടൈക്കനാലിൽ നിന്നും 30 കിലോമീറ്ററാണ് കൂക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കൊടൈക്കനാൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗ്രാമഭംഗി ആസ്വദിക്കണമെങ്കിൽ കൂക്കൽ, പൂണ്ടി, പൂമ്പാറ, മന്നവന്നൂർ ഈ ഭാഗങ്ങളൊക്കെ സന്ദർശിക്കണം. നമുക്ക് രാവിലെ കൊടൈക്കനാലിൽ നിന്ന് പുറപ്പെട്ടാൽ ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് വൈകിട്ട് നമുക്ക് തിരിച്ച് എത്താൻ പറ്റും. കൂക്കൽ ലേക്കാണ് ഇവിടുത്തെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. കൂക്കൽ ലേക്ക് കാണാനാണ് കൂടുതൽ പേരും ഈ ഒരു ഭാഗത്തോട്ട് വരുന്ന വഴികളെന്ന് പറയുന്നത് ഭയങ്കര മനോഹരമായ വഴികളാണ്. 2 സൈഡും വലിയ വലിയ മരങ്ങളുടെ ഇടയിലേക്ക് കൂടിയുള്ള ഒരു മനോഹരമായ റോഡിലേക്ക് കൂടിയാണ് നമ്മുടെ ഈ യാത്ര എന്ന് പറയുന്നത്. ഈ റോഡ് ചെന്ന് അവസാനിക്കുന്നത് കൂക്കൽ എന്ന് പറയുന്ന വില്ലേജിലേക്കാണ്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഇതാണ് നമ്മുടെ കൂക്കലിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്, കൂക്കൽ ലേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ ലേക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലേക്കിൽ ഫുള്ള് നമ്മൾ ആമ്പലാണ് കേട്ടോ. ഇതൊരു ആമ്പൽ കുളം കണക്കായിരിക്കുന്നത്. ഇതൊരു ലേക്ക് എന്ന് പറയാൻ പറ്റത്തില്ല, ചെറിയൊരു ലേക്കാണ് അല്ലേ. ഒരു കുളത്തിൻ്റെ അത്രയും വലിപ്പമേ നമുക്കിത് കണ്ടു കഴിഞ്ഞാൽ തോന്നത്തുള്ളൂ. അത്ര ചെറിയ കുളം നല്ല ഒരു വലിയ കുളം അങ്ങോട്ടുണ്ടല്ലേ. ഇതിനാണ് കൂക്കൽ ലേക്ക് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ തന്നെ പക്ഷേ ഇതിനകത്ത് നമുക്ക് വെള്ളം അധികം കാണാൻ പറ്റത്തില്ല. മൊത്തത്തിൽ ചെടികളായിട്ട് മൂടിയിരിക്കുകയാണ് ഈ ലേക്ക് എന്ന് പറയുന്നത്. അത് ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇതിനകത്ത് കണ്ടോ താറാവൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ കുളിക്കുന്നതൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ലേക്കാണ്. ദിസ് ഈസ് കൂക്കൽ ലേക്ക്. ഇതാണ് കേട്ടോ നമ്മുടെ കൂക്കൽ വില്ലേജ് എന്ന് പറയുന്ന വില്ലേജ്. ചെറിയൊരു വില്ലേജാണ്. കുറച്ച് വീടുകളും ചെറിയൊരു പ്രൈമറി സ്കൂളും കുറച്ച് പലചരക്ക് കടകളും ഒക്കെ ആയിട്ടുള്ള ഇവിടെ എന്ന് പറഞ്ഞാൽ കൊടൈക്കനാലിൽ നമ്മൾ ഏതൊരു വില്ലേജിനകത്തോട്ട് കയറുമ്പോഴും ഇതുപോലത്തെ ഒരു സ്ക്വയർ ആർച്ച് കാണും കേട്ടോ. അതിനകത്തോട്ട് കയറുമ്പോൾ കുറച്ച് വീടുകളും കടകളും ഒക്കെയുള്ള ഒരു വില്ലേജ്. മെയിൻ എന്ന് പറഞ്ഞാൽ വീടുകളെല്ലാം ഇവർ അടുത്തടുത്തായിരിക്കും താമസിക്കുന്നത്. പക്ഷേ കൃഷി സ്ഥലം ഇങ്ങനെ വ്യാപിച്ചിടക്കും. അതവരവിടെ നോക്കി അങ്ങനെ കാണും. ഈ കൂക്കൽ വില്ലേജിൻ്റെ ഭാഗത്തുനിന്നുകൊണ്ടേ ഇങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കൃഷി ചെയ്യുന്നതൊക്കെ കാണട്ടോ. ഇതൊരു തൊഴുത്ത്. ഞാൻ പറയില്ലേ, ഈ കുറേ അടുപ്പിച്ചുള്ള വീടുകളും ആ വീടിൽ നിന്നൊക്കെ മേളിൽ നോക്കിയാൽ തന്നെ സ്ഥലമൊക്കെ കാണാം കേട്ടോ, കൃഷി സ്ഥലമൊക്കെ. അതുകൊണ്ടേ ആഹാ നല്ല വെള്ളം ഒഴുകുന്നുണ്ടല്ലോ അല്ലേ. ഇവിടുത്തെ ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് വെള്ളമാണ് കേട്ടോ. കൊടൈക്കനാലിൽ ഞങ്ങൾ താമസിച്ചാൽ മനസ്സിലാക്കിയ കാര്യമാണ്. അതുകൊണ്ട് ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. ഈ സമയത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൃഷി നട്ടതേ കാണാൻ പറ്റൂ. വിളവെടുപ്പിന് സമയമുള്ളൂ. ഇനി 2 മാസം കഴിഞ്ഞ് വേണം വരാൻ. കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട കൃഷിയാണ് ഇവിടെ വെള്ളപ്പൂണ്ടെന്ന് പറയും, മലപ്പൂണ്ടെന്ന് പറയും. നമ്മളെ വെളുത്തുള്ളിയാണ്. നമ്മുടെ നാട്ടിൽ വാങ്ങിക്കുന്ന വെളുത്തുള്ളി പോലെ ഇത് ഇച്ചിരി കുറച്ചും കൂടെ നല്ല എന്താ പറയുക, നല്ല എരിവുള്ളൊരു വെളുത്തുള്ളിയാണ് കേട്ടോ. നല്ല വെളുത്തുള്ളിയാണ്, നല്ല ഗുണമുള്ള വെളുത്തുള്ളിയാണ്. അതാണ് ഇവിടെ പ്രധാനമായിട്ട് കൃഷി ചെയ്യുന്നത്. കൊടൈക്കനാലിൻ്റെ മിക്ക ഭാഗങ്ങളിലും അത് തന്നെയാണ് കൃഷി. ഇപ്പം നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നവരൊക്കെ കള പറിക്കുന്നതൊക്കെ കാണാം. ഇപ്പം നട്ടിട്ടേ ഉള്ളൂ. 3 മാസം എടുക്കും കേട്ടോ. 3 മാസം കഴിയുമ്പം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വിളവെടുക്കുന്നതൊക്കെ കാണാൻ പറ്റും. ഇനി അടുത്ത മാസം നമ്മൾ ജൂൺ ജൂലൈ ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ ഫുള്ള് നല്ല പച്ചപ്പായിരിക്കും. സത്യം പറഞ്ഞാൽ നിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? ഇവിടെ വരുന്ന ഗസ്റ്റുകളൊക്കെ അധികവും അല്ലേ
മോശം ടൈമിലാണ് വരുന്നത്. അതെ, ഈ കാലാവസ്ഥ മോശമായിട്ടിരിക്കുമ്പോഴും ഭയങ്കര തിരക്കും ഒക്കെ ആയിട്ട് അപ്പൊ എല്ലാവർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു. അതുപോലെ ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ വന്നിട്ട് ട്രാഫിക്കിലൊക്കെ വന്ന് കൂടുതൽ സമയം ബ്ലോക്കിലായി പെട്ടിങ്ങനെ അതിനേക്കാൾ നല്ലത് ഈ ഓഫ് സീസൺ എന്ന് പറയുന്നത് ഈ സമയത്ത് നല്ല കാലാവസ്ഥയാണ്, ഇടയ്ക്ക് നല്ല കോടയൊക്കെ വരുന്നുണ്ട്, എനിക്ക് തിരക്കും ഇല്ല. അപ്പൊ നല്ല കാലാവസ്ഥ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴാണ് ആൾക്കാർ വരേണ്ടത്. അതെ അതെ, ജൂൺ ജൂലൈ സമയമൊക്കെ എല്ലാവരും പേർക്ക് ഇവിടെ ഭയങ്കര മഴയായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലെ പോലെ വിട്ടുമാറാതെ മഴയൊന്നും പെയ്യത്തില്ല. ഇവിടെ ഇങ്ങനെ മഴ പെയ്യും പിന്നെ തോരും അങ്ങനെ. ഇപ്പം വലിയ മഴയൊന്നും ഇല്ല സത്യം പറഞ്ഞാൽ. ഈ വർഷം മഴ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം അല്ലേ, നമുക്കിനി വേറെ ഭാഗത്തോട്ട് പോകാം. നമ്മുടെ കൂക്കൽ വില്ലേജിൻ്റെ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ, ഒരു 500 മീറ്ററിനകത്ത് നടന്ന് വന്നു കഴിഞ്ഞാലാണ് ഇവിടെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര റീച്ച് ആയിട്ടുള്ളൊരു വീടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം, അതിൻ്റെ ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. അതെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതൊരു ഓഫ് റോഡാണ്. ഇവിടെ നമ്മളെ ബൈക്ക് ഇവിടം വരെ വരും, കാർ ഇങ്ങോട്ട് വരത്തില്ല കേട്ടോ. കാർ നമ്മൾ മെയിൻ റോഡിലിട്ടിട്ട് വേണം നമ്മൾ ഇങ്ങോട്ട് വരാൻ. ഇവിടെ ഇച്ചിരി നമുക്ക് ഓഫ് റോഡ് രീതിയിൽ ഇച്ചിരി നടക്കാൻ പറ്റുന്നവരെ ഇങ്ങോട്ട് വരാം കേട്ടോ. ഈ വീടൊക്കെ കാണണമെങ്കിൽ ആ വീട്ടിൽ നിന്നുള്ളൊരു വ്യൂ ആണ്, നല്ല വ്യൂ ഉള്ളൊരു പഴയൊരു വീടാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള എന്താണ്, ഇവിടെ ഒരു വലിയ വാട്ടർഫാൾ ഉണ്ട്. പക്ഷെ അത് ഫോറസ്റ്റ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. പക്ഷെ അത് അടിപൊളി. ഇവിടെ കൊടൈക്കനാലിലെ കിട്ടുന്ന ഒരു ഫാൾസ് ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ അങ്ങോട്ട് ഇപ്പം നിലവിൽ വിടത്തില്ല കേട്ടോ, അങ്ങോട്ട് ക്ലോസ്ഡ് ആണ്. പിന്നെ നമ്മൾ അതിക്രമിച്ച് കയറിയൊന്നും വീഡിയോ ഒന്നും എടുക്കാനോ ഒന്നും പോകുന്നില്ല. അത് പക്ഷേ ഇത് ഈ റൂട്ടിൽ കൂടെ തന്നെ നടന്ന് പോകണം കേട്ടോ. താഴെയാണ് വെള്ളച്ചാട്ടമുള്ളത്. അതൊരു മനോഹരമായ ഒരു വെള്ളച്ചാട്ടം എന്ന് വെച്ചാൽ അടിപൊളി വെള്ളച്ചാട്ടമാണ്. നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇതാണ് കേട്ടോ മറ്റേ വൈറൽ വീട്ടിലോട്ടുള്ള വഴി എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് നമുക്കിങ്ങനെ താഴോട്ട് പോകുമ്പോഴാണ് വെള്ളച്ചാട്ടത്തോട്ടൊക്കെ പോകുന്ന വഴി എന്ന് പറയുന്നത് കേട്ടോ. നമുക്കിതാ ഇവിടെ നിന്ന് തന്നെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. താഴെ ചെറിയ രീതിയിലേ കാണാൻ പറ്റൂ അല്ലേ, പക്ഷെ നമുക്ക് അതിൻ്റെ ശബ്ദം നല്ല കേൾക്കാം. നല്ല ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഞാൻ പറഞ്ഞത് ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാനുള്ള കാരണം ഇവിടെ മൊത്തത്തിലൊരു വ്യത്യസ്തമാണ്. ഇവിടുത്തെ മലകളായാലും ഇതൊന്നുമല്ല. ഇനി നമ്മൾ തിരിച്ചു പോകുന്ന റൂട്ടുണ്ട്, ആ വഴിയെല്ലാം ഭയങ്കര വെള്ളച്ചാട്ടം നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് കാണാനേ പറ്റത്തുള്ളൂ. ഈ കൂക്കൽ എന്ന് പറയുന്നത് നമ്മളെ പഴനിയുടെ ഒരു പടിഞ്ഞാറൻ ഭാഗത്താണ്. ഇവിടെ നിന്ന് തന്നെ നോക്കിയാൽ പഴനി കാണാൻ പറ്റും, പക്ഷെ അത്ര ക്ലിയർ ആയിട്ടല്ലെന്നേ ഉള്ളൂ കേട്ടോ. നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഉണ്ടാവും ഒരു മൊട്ടക്കുന്നായിട്ടുള്ള മലകളും ഇപ്പുറ സൈഡിൽ ഫുള്ള് ഭയങ്കരമായ തിക്കായിട്ടുള്ള കാടും വെള്ളച്ചാട്ടവും എല്ലാം കാണാൻ പറ്റും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ഈ കൂക്കൽ ലേക്കിൻ്റെ അടുത്തുനിന്ന് നമ്മൾ ഇതാണ്ട് ഈ കാണുന്ന വഴിയിൽ നിന്നാണ് നമ്മൾ മെയിൻ റോഡിൽ നിന്ന് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഈ റോഡ് വഴിയാണ് നേരെ ലേക്ക് പോയിട്ട് അതിലേ കൂടിയാണ് നമ്മൾ ആ വീടും പിന്നെ ഇവിടുത്തെ ഫാൾസിൻ്റെ ഏരിയ ഒക്കെ കണ്ടത് കേട്ടോ. എന്നിട്ട് എല്ലാവരും മിക്കവരും ഇവിടെ വന്നിട്ട് തിരിച്ചു പോകാറുണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതാ ഇവിടെ നിന്ന് ഈ റൂട്ട് പോകണം. ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ വഴി നമുക്ക് നേരെ പൂമ്പാറ പോകാൻ പറ്റും. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ വന്ന വഴി പോകേണ്ട ആവശ്യമില്ല. ഇതിലേ കൂടെ പോയിട്ട് പൂമ്പാറ പോകാനുണ്ടല്ലോ, ഇതിൽ നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. കൃഷി ചെയ്തുകൊണ്ട് വന്ന ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ നേരെ നമ്മുടെ നാട്ടിലോട്ട് എന്ന് പറയുമ്പോൾ താഴോട്ട് വരും, മധുരൈ അങ്ങോട്ടൊക്കെ പിക്കപ്പ് വന്ന് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത് നമ്മൾ ആ ലേക്കിൽ നിന്ന് വരുന്ന വെള്ളം തന്നെ കേട്ടോ. ആ ഭാഗത്താണ് നമ്മൾ കണ്ട ലേക്ക്. അവിടുന്ന് വെള്ളം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകും. നല്ല രസമാട്ടോ ഇവിടുത്തെ വില്ലേജ്. ഇവിടെ ഇപ്പോഴത്തെ ഒരു അമ്പലമുണ്ട്. ഇവിടെ നമ്മളെ പ്രധാനപ്പെട്ട വണ്ടിയാണ് അല്ലേ, കൊടൈക്കനാലിലെ നമ്മുടെ പ്രധാനപ്പെട്ട വണ്ടി കമ്പനി ഏതെന്ന് വെച്ചത് മഹീന്ദ്ര ടാറ്റ. ടാറ്റ വലിയ വണ്ടികളിൽ മഹീന്ദ്രയാണ് ഇവിടുത്തെ 4 വീലർ കേട്ടോ, ഇവിടുത്തെ കിങ് എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ രണ്ടിൻ്റെ പണികളെ ഇവിടെ അധികം ഉള്ളവർക്ക് അറിയത്തുള്ളൂ. നമ്മളെ നാട്ടിലുള്ള നമ്മളെ മോഡേൺ വണ്ടികളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ വർക്ക്ഷോപ്പൊന്നുമില്ല. നമ്മളിവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്കറിയാം അല്ലേ, ഭയങ്കര പാടാണ് കേട്ടോ ഇവിടെ. വണ്ടിപ്പണി ഇവിടെ വലിയ പാടാണ്. മഹീന്ദ്രയും ടാറ്റയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലാതെ നടക്കും. നമ്മളെ വണ്ടിയുടെ ഒന്നും ഒരു പാർട്ടി ഇവിടെ കിട്ടത്തില്ല. നമ്മളെല്ലാം നടന്ന് വാങ്ങിക്കുക. അയ്യപ്പസ്വാമി കോവിൽ അല്ലേ, എല്ലാ സമയം ഇருக்கு. കൊഞ്ചം പോതുമോ നമ്മൾ നന്ദി. പ്രസാദം കിട്ടിയല്ലേ.
ചോദിച്ചോ. ഞങ്ങൾ ഇവിടുന്ന് വീഡിയോ എടുത്തോണ്ടിരുന്നായിരുന്നു. അപ്പോൾ നമ്മളെ വിളിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് അമ്പലത്തിൽ പ്രസാദം കിട്ടി. നമ്മൾ എവിടെ പോയാലും നമുക്ക് അമ്പലത്തിൽ പ്രസാദം കിട്ടും അല്ലേ? എവിടെ പോയാലും കിട്ടും. കഴിച്ചോ. ഇവിടെ നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ. നമ്മളെ ഈ അമ്പലവും ഈ വില്ലേജും അവരൊക്കെ പ്രസാദമൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതും ഒക്കെ ആയിട്ടൊരു ഹാപ്പിനെസ് ഉള്ളൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു ഹാപ്പിനെസ്. അതാണ് നമ്മൾ ഇവിടെ വന്നപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. നല്ല രസമുണ്ട്. റോഡ് സൈഡായിട്ടുള്ളൊരു ചെറിയൊരു അമ്പലവും നല്ല യൂക്കാലിയുടെ മരങ്ങളും ഒക്കെ ആയിട്ടുള്ള ചെറിയ വില്ലേജും എല്ലാവരും പ്രസാദമൊക്കെ വാങ്ങിച്ചിങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള അതിമനോഹരമായ കാഴ്ച. ഈ റൂട്ടിൽ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാണല്ലോ പിന്നെ ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഒക്കെ മാറും. കുറച്ചും കൂടെ നിരപ്പായിട്ടുള്ള ഏരിയ ഒക്കെ ഉള്ളത് നമ്മുടെ കൊടൈക്കനാലിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ. കൊടൈക്കനാലിൽ നിരപ്പ് വളരെ കുറവാണല്ലോ. ഈ കൂക്കൽ ഭാഗത്തൊക്കെ കുറച്ച് നിരപ്പായിട്ടുള്ള കൃഷി സ്ഥലങ്ങളുണ്ട്. മറ്റെല്ലായിടത്തും നമ്മൾ തട്ട് കൃഷിയാണ് കാണുന്നതെങ്കിൽ ഇവിടെ കുറച്ച് നിരപ്പായ കൃഷി സ്ഥലവും നമുക്ക് കൂക്കൽ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. റോഡ് സൈഡിൽ ഒരു 1000 രൂപ എന്ന് വെച്ചാൽ എന്തറിയോ, ഇതൊക്കെയാണ് വിറ്റ് പൈസ ആക്കുന്ന സാധനമാണ് അല്ലേ. റോഡ് സൈഡിൽ ആയിരങ്ങൾ കിടക്കുക. ഇതെല്ലാം വിറ്റ് കഴിഞ്ഞാല് ഒരു 10-20,000 രൂപയുടെ സാധനം റോഡ് സൈഡ് ഇങ്ങനെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഇതാ ഈ പൂവ് അല്ലേ. ഒന്ന് എടുത്താ നീ. ഇതൊരു പ്ലാസ്റ്റിക് ശബ്ദം കേട്ടായിരുന്നു. ഇതൊരു പ്ലാസ്റ്റിക് പോലെ ഇതാണ് നമ്മുടെ കൊടൈക്കനാലില് 200 രൂപയ്ക്ക്. ഇതിനകത്ത് ഇത് വർഷങ്ങളോളം കേടാവാതെ നിൽക്കും. രാത്രിയാകുമ്പോൾ ചെറുതായിട്ടൊന്നും അടഞ്ഞു വരും. അത് കഴിയുമ്പോൾ പകലാകുമ്പോൾ ഇതുപോലെ വിരിഞ്ഞിരിക്കും. അതിന് ഈ ചെടിയെ നിൽക്കണമെന്നൊന്നും ഇല്ല. അല്ലാതെ തന്നെ പറിച്ച് നമ്മൾ കമ്പൊക്കെ കുത്തി വെച്ചാലും അത് അതേപോലെ ഇങ്ങനെ വാടാതെ അഴുക്കാവാതെ ഇങ്ങനെ നിൽക്കും. കുറെ നാളത്തേക്ക് നിൽക്കും. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇത് ഇവിടെ ഉള്ളവർ എന്തെന്ന് വെച്ചാല് ഇത് കട്ട് ചെയ്തിട്ട് ഈ പൂ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, ഈ തണ്ട് മാറ്റിയിട്ട് ഈ തണ്ടില് ഒരു ഇറുക്കിൽ കുത്തും. എന്നിട്ട് കളർ ചെയ്യുന്നതും ഉണ്ട്. അല്ലാതെ വൈറ്റും യെല്ലോ ആണ് ഉള്ളത്. ബാക്കിയൊക്കെ അവർ കളർ ചെയ്യുന്നതാണ്. അല്ലാത്ത ചിലതും ഉണ്ടെന്ന് തോന്നുന്നു. നമ്മളിതെല്ലാം ഇവിടെ അധികം നമ്മൾ കണ്ടുള്ളൂ അല്ലേ. വൈറ്റ് ഇവിടുന്ന് നമ്മള് അവിടെ നട്ടിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ കേട്ടോ. ഇത് ഇങ്ങനെ ഇത് സത്യം പറഞ്ഞാൽ നല്ലൊരു ബിസിനസ് ആണ് ഇവിടുത്തെ. ഈ കൂക്കൽ ഭാഗത്ത് ആദ്യമൊക്കെ ഒരു ഐഡിയ ഉണ്ട്. എനിക്ക് അങ്ങനെ ബിസിനസ് തുടങ്ങിയാലോന്നൊരു ഐഡിയ ഉണ്ട്. കൊറിയർ ചെയ്ത് കൊടുക്കാം നമുക്ക്. പൂക്കളെ സെറ്റ് ചെയ്തിട്ടല്ലേ നമ്മൾ അതിന് വേണ്ടി നമ്മുടെ വീട്ടിൽ നമ്മൾ കുറച്ച് നട്ട് വളർത്തി വരുന്നുണ്ട് കേട്ടോ. വാടാത്ത പൂക്കളല്ലേ. അതെ അതെ. ഇവിടെ എല്ലാം റോഡ് സൈഡ് എല്ലാം നമുക്ക് ഈ പൂക്കൾ ഇങ്ങനെ കാണാൻ പറ്റും. അതുകൊണ്ടോ മേളിലോട്ട് നോക്കിയേ കണ്ടോ, ഈ റോഡ് സൈഡ് എല്ലാം ഉണ്ട്. ഈ കൂക്കൽ ഭാഗത്ത് ഇഷ്ടം പോലും ഉണ്ട് കേട്ടോ. എനിക്കത് കൊടൈക്കനാൽ ടൗൺ ഭാഗത്ത് ഇത്രയും ഇല്ല. പക്ഷെ നമ്മൾ ഈ കൂക്കൽ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടം പോലെ നമുക്ക് ഈ പൂ കാണാൻ പറ്റും. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ട് ഫുൾ കൃഷിയാണ് കേട്ടോ. അതേപോലെ നമ്മൾ കൊടൈക്കനാൽ കൂക്കലൊക്കെ നിങ്ങൾ കാണാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് ഈ മാസം അടുത്ത മാസമാണ്. ഈ 2 മാസങ്ങൾ ഇവിടെ നല്ല പച്ചപ്പായിരിക്കും കേട്ടോ. കൃഷിയൊക്കെ ചെയ്ത് നല്ല പച്ചപ്പായിരിക്കുന്ന സമയമാണ്. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നല്ല സമയത്താണ് ആൾക്കാർ വരാത്തത്. ആൾക്കാർ ഇവിടുത്തെ ഏറ്റവും മോശം കാലാവസ്ഥ സമയത്ത് April Mayയിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. സത്യം പറഞ്ഞാൽ അവധിക്ക് വരാതിരുന്നിട്ട് അവധി ഇല്ലാത്ത സമയത്ത് അവധി എടുത്തു വരും. അങ്ങനെയാണെങ്കിൽ അടിപൊളിയായിട്ട് കണ്ടിട്ടൊക്കെ പോകും. പിന്നെ ഈ പൂവ് അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അതെ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കൂക്കലിൽ പോകുന്ന വഴിയിലെ കാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് അപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല വില്ലേജ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാം. ഇവിടെ വരുന്നവരെന്ന് പറയുന്നത് അതായത് വില്ലേജ് ആസ്വദിക്കാൻ പറ്റില്ല. ടൂറിസ്റ്റ് ആയിട്ട് നിങ്ങൾ വരരുത്. അങ്ങനെ വലിയ ടൂറിസ്റ്റ് പ്ലേസ് ഒന്നും അല്ല. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും അല്ല.
ഇതൊരു എന്താ പറയുക, നമുക്ക് നല്ലൊരു കൃഷി സ്ഥലങ്ങളൊക്കെ കണ്ട് നല്ല ഫ്രഷ് എയറൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കാനും പറ്റുന്ന, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ കറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം, അത്രേ ഉള്ളൂ. മെയിൻ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ എന്ന് പറയുന്നത് മന്നമന്നൂർ, പൂണ്ടി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പോയിടത്തോളം എനിക്ക് പൂണ്ടി എന്ന് പറയുന്നത് അത്ര ഓവർ ഹൈപ്പായിട്ടാണ് തോന്നിയിട്ടുള്ളൂ. പൂണ്ടിയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. പൂണ്ടിയേക്കാളും കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ ഭംഗിയുള്ളത് ഇവിടെയാണ്. പൂണ്ടിയിൽ നമ്മളെ കോട്ടയിൽ നിന്ന് താഴെ കാണുന്ന പോലത്തുള്ള വ്യൂ മാത്രമേ ഉള്ളൂ, വലിയ സംഭവമൊന്നും പറയാനില്ല. പിന്നെ ഓഫ് റോഡൊക്കെ പോകണം. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ലാൻഡ്സ്കേപ്പ് തന്നെ നല്ല ഡിഫറെൻ്റ് ആണ്. എന്തായാലും കൊടൈക്കനാൽ വന്നാൽ, നമ്മൾ കൊടൈക്കനാൽ താമസിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കൊടൈക്കനാലിൽ നിന്ന് പുറപ്പെട്ടിട്ട് നമുക്ക് ഇവിടെ എല്ലാം കണ്ടിട്ട് തിരിച്ച് വൈകിട്ട് തന്നെ നമുക്ക് തിരിച്ച് വരാൻ പറ്റും. വലിയ ദൂരമൊന്നുമില്ല, ഒരു ദിവസം കൊണ്ട് കറങ്ങി കാണാവുന്ന സ്ഥലങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ. അതായത് ഈ പൂണ്ടി, പൂമ്പാറ, ഈ ഏരിയ ഒക്കെ കറങ്ങണമെങ്കിൽ ഒരു ദിവസം മതി. രാവിലെ ഒരു വെളുപ്പിനൊരു 8 മണിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് രാത്രിക്ക് തിരിച്ചു വരാൻ പറ്റും കൊടൈക്കനാൽ ടൗണിലോട്ടാണ് കേട്ടോ. അപ്പം ഞങ്ങളതിന് എന്താ പരിപാടി, പോവാം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ പരിപാടിയൊക്കെ ഒതുക്കിയിട്ട് കൊണ്ടായി ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. നേരെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പൂമ്പാറ പോയിട്ട് അവിടെ നിന്ന് നമ്മൾ വിൽപ്പട്ടിയിലോട്ട് പോകട്ടെ. വിൽപ്പട്ടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ കൊടൈക്കനാൽ വരുന്നവർക്ക് താമസമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കൊടൈക്കനാൽ കോട്ടേജ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക, അതിൻ്റെ നമ്പറും കൊടുക്കുക. ആവശ്യമുള്ളവർ നമ്മളെ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കൊടൈക്കനാലിൽ വന്നിട്ട് എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ വിളിച്ചാൽ കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.